പാർട്ടി തകർക്കാനാണ് വി കുഞ്ഞികൃഷ്ണന്റെ ശ്രമമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ. കുഞ്ഞികൃഷ്ണൻ ശത്രുവിന്റെ കോടാലിക്കൈയാണെന്നും എം.വി. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. ഉണ്ണികൃഷ്ണനെതിരെ നടപടിയുണ്ടാകുമെന്നും എം.വി. ജയരാജൻ വ്യക്തമാക്കി. തനിക്ക് നേരെ നടപടിയുണ്ടാകുമെന്ന് വി കുഞ്ഞികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എം.വി. ജയരാജൻ പറഞ്ഞു. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനമെന്നും ജയരാജൻ പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണ്. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാടാണ് കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ചത്. ധനാപഹരണം നടത്തിയാലല്ലേ തിരുത്തേണ്ടതുള്ളൂ. യഥാസമയം ധനാപഹരണം നടത്തിയിട്ടില്ലെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. കണക്ക് അവതരിപ്പിച്ചില്ലെന്ന് മാത്രമാണ് പാർട്ടി കണ്ടെത്തിയത്. അതിൽ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. തിരുത്തേണ്ടത് തിരുത്തിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം കൂടിയുള്ള ജില്ലാ കമ്മിറ്റിയിലെ ഈ തീരുമാനമെടുത്തതെന്നും ആ സമയത്ത് അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നും എം.വി. ജയരാജൻ ചോദിച്ചു. പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ അഭിപ്രായ പ്രകടനം. പാർട്ടിയുടെ ഒരു പ്രവർത്തകനും ധനാപഹരണം നടത്തിയിട്ടില്ല. അത് 2 കമ്മീഷനുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് പരസ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. അത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉചിതമായ സംഘടനാ തീരുമാനം എടുക്കും. അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ തന്നെ വർഷങ്ങളായിട്ട് തന്നെ പക്ഷേ ഒരു കാരണവശാൽ തിരുത്താത്തത് കൊണ്ടാണ് തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. തിരുത്തേണ്ടത് എന്താണ്? ധനാപഹരണം നടത്തി എന്ന് അദ്ദേഹം പറയുമ്പോൾ ധനാപഹരണം നടത്തിയിട്ടില്ല. തിരുത്തേണ്ടത് എന്താണ്? അതിൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പാർട്ടി യഥാസമയം കണക്ക് അവതരിപ്പിച്ചില്ല. അതാണ് ചൂണ്ടിക്കാട്ടിയത്, അതാണ് കണ്ടെത്തിയത്. അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. ഒപ്പം ധനാപഹരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.